നമ്മളിതേപോലെ കത്തികൾ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്തികളൊക്കെ തുരുമ്പിച്ച് പോകാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ടൂത്ത് പേസ്റ്റ് ഇതേപോലെ ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഒന്ന് തേച്ച് കൊടുക്കുക. കത്രികയും അതേപോലെ കത്രികയിലൊക്കെ കറയും അതേപോലെ തുരുമ്പൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങയോ അതല്ല എങ്കിൽ കുഴപ്പമില്ല, നല്ല നാരങ്ങ വേണമെങ്കിലും എടുക്കാം, പകുതി മാത്രം മതി. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതേപോലെ പൊടിയുപ്പ് മുക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് തുരുമ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ കത്തിയാണെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിൽ മാറ്റിയിടുന്ന കത്തിയും കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയെടുക്കുക. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഇപ്പം ഞാൻ കഴുകിക്കൊണ്ടുവരാം. കണ്ടോ, അതിൻ്റെ ഇരുമ്പിൻ്റെ കറയെല്ലാം പോയിട്ട് കത്തിയും കത്രികയൊക്കെ നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മാറ്റിയിട്ടാൽ ഉപയോഗിക്കുകയും ചെയ്യും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതേപോലത്തെ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ മുട്ട വയ്ക്കാൻ സ്ഥലമില്ല എങ്കിൽ നമ്മൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ മുട്ടയുടെ ട്രേ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ടിന്ന് മാത്രം മതി. ഇപ്പോൾ നമ്മൾ ഇതേപോലെ മുട്ട വയ്ക്കുകയാണെങ്കിൽ കണ്ടോ ഒന്നിനോടൊന്ന് മുട്ടി അതങ്ങ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ്. നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെയും അത് കണ്ടോ അത് ഇതേപോലെ കുലുങ്ങിയിട്ട് മുട്ടയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. കുപ്പിയുടെ അടപ്പുകൾ നമ്മൾ വെറുതെ കളയുകയല്ലേ, അപ്പോൾ അതിൻ്റെ അടപ്പുകൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ടിന്നിനകത്തോട്ട് ആക്കി കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പം അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നല്ല രീതിയിൽ ഇരിക്കും. അപ്പോൾ നമുക്ക് മുട്ടയുടെ ട്രേ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് ഇതേപോലെ മുട്ട സൂക്ഷിക്കാനായിട്ട് പറ്റും. ഉരുണ്ട് പോകത്തുമില്ല, ചീത്തയാവത്തുമില്ല. നമുക്ക് ആ മുട്ടയുടെ കൂർത്ത ഭാഗം നോക്കി നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ കണ്ടോ 2, 4, 6 ഒക്കെ വെക്കാം കേട്ടോ ഈ ഒരു ഡപ്പിക്കകത്ത്. അപ്പോൾ ഇതിനേക്കാളും വലിപ്പമുള്ള ഡപ്പിയാണെങ്കിൽ നമുക്ക് ഒരുപാട് അടപ്പ് ഇതിനകത്ത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ ഒരുപാട് മുട്ട വയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതേപോലെ മുട്ട കൂർത്ത ഭാഗം ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ മുട്ട ഒരുപാട് നാൾ നമുക്ക് പുറത്താണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലാതെ സാധാരണ വെക്കുമ്പോഴത്തേനും മുട്ട ഇതേപോലെ വെക്കാൻ ഒക്കില്ലല്ലോ. ഇതിപ്പോൾ ട്രെയിൽ വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ പുറത്ത് വേണേലും വെക്കാം. മുട്ട നമുക്ക് അധിക നാൾ നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും ഒരുപാട് ദിവസവും കൂടി നമുക്ക് മുട്ട കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലോ ഒന്നും കുലുങ്ങി പൊട്ടി പോകത്തൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എടുക്കാം. അതിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേന് നീക്കി വെക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല, കാരണം അത് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ഇതുപോലെ എത്ര ടിന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അടപ്പുകൾ ഇതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി മുട്ടകൾ നമുക്കിതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ട് ഇതിനകത്ത് ഞാനൊരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും വലുതാണെങ്കിൽ കുറച്ചുകൂടെ അധികം മുട്ട നമുക്ക് വെക്കാനായിട്ട് പറ്റും.